Welcome back to Edu's International Academy. Hi Sajasna and welcome to our German language course. Okay, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് unbestimmt article. Unbestimmt article in nominative. എന്താണ് unbestimmt article? Unbestimmt article എന്നാൽ indefinite article. എന്താണ് indefinite article? ഇംഗ്ലീഷിൽ a, an എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് indefinite article. ആ സെയിം പ്രയോഗമാണ് ഇവിടെ unbestimmt articleന് ഉള്ളത്. എ ആൻ ആപ്പിൾ, എ മാൻ എന്ന് നമ്മൾ പറയത്തില്ലേ. സ്പെസിഫിക് ആയിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി ഫെമിലിയറും അല്ല, ഫസ്റ്റ് ടൈം ആണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ എ ആൻ എന്ന് പറയും. സോ അതേപോലെയാണ് ഇവിടെ unbestimmt article ഉപയോഗിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ bestimmt article പറഞ്ഞപ്പോൾ പറഞ്ഞു ഓരോ നൗണിനും ഓരോ ജെൻഡർ ഉണ്ട്. മാസ്കുലിൻ, ഫെമിനിൻ, നോയിട്രം, പിന്നെ പ്ലൂറാൽ ഉണ്ട്. സോ നമ്മൾ bestimmt articles ഏതൊക്കെയായിരുന്നെന്നാണ് പറഞ്ഞത്? ദർ, ദി, ദസ്, ദി. അതേപോലെ unbestimmt articles ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. സോ നമ്മൾ എപ്പോഴാണ് unbestimmt article ഉപയോഗിക്കുന്നത്? Unbestimmt article benutzt man, wenn eine Person oder Sache nicht genau bekannt ist. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പേഴ്സണെ നമുക്ക് നേരത്തെ അറിയത്തില്ലെങ്കിൽ, ഫെമിലിയർ അല്ല എങ്കിൽ നമ്മൾ അവിടെ unbestimmt article ഉപയോഗിക്കും. പിന്നെ സ്പെസിഫിക് ആയിട്ടല്ല നമ്മൾ പറയുന്നെങ്കിലും നമ്മൾ unbestimmt article ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? bestimmt article നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ആണ്, നമുക്ക് നേരത്തെ അറിയാം, ഓൾറെഡി നോൺ ആണ്. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ bestimmt article ഉപയോഗിക്കും. unbestimmt article നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെസിഫിക് അല്ല, നമുക്ക് നേരത്തെ അറിയത്തില്ല, ഫസ്റ്റ് ടൈം ആണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ അവിടെ unbestimmt article ഉപയോഗിക്കും. ഓക്കെ, നമുക്ക് unbestimmt articles ഏതൊക്കെയാന്ന് നോക്കാം അല്ലേ. സോ നമ്മൾ പറഞ്ഞു മാസ്കുലിൻ ജെൻഡറിന്റെ bestimmt article എന്തായിരുന്നു? ദർ. unbestimmt article ആണ് ein. ഓക്കെ, ein യൂസ് ചെയ്തുകൊണ്ട് ഒരു ബൈസ്പീൽ നോക്കിയാലോ. ein man, a man. ഓക്കെ, അടുത്തത് ഫെമിനിൻ. bestimmt article ഏതായിരുന്നു? ദി. unbestimmt article എന്നാൽ eine. ഓക്കെ, നോമിനാറ്റീവ് unbestimmt article ഏതാണ്? ഫെമിനിന്റെ eine. ഓക്കെ, ബൈസ്പീൽ നോക്കാം. eine Frau, a woman. ഓക്കെ, അടുത്ത നോയിട്രം bestimmt article ഏതാണ്? ദസ് അല്ലേ. ഇവിടെ unbestimmt article ein ആണ്. ഓക്കെ, സോ മാസ്കുലിനും നോയിട്രവും unbestimmt article നോമിനാറ്റീവില് സെയിം ആണ്. ein. ഓക്കെ, നമുക്ക് നോയിട്രത്തിന്റെ ഒരു ബൈസ്പീൽ നോക്കാം. ein Kind എന്നാൽ a child. സ്പെസിഫിക് അല്ല, അൺഫെമിലിയർ ആണ്, അപ്പോൾ നമ്മൾ ein Kind എന്ന് പറയും. a child. മനസ്സിലായോ? ഇനി പ്ലൂറാൽ. unbestimmt article പ്ലൂറാൽ ഇല്ല. unbestimmt article എപ്പോഴും പ്ലൂറാൽ ഇല്ല. കാരണം ein എന്നാൽ ഒരു എന്നാണ് ഉദ്ദേശിക്കുന്നത്, ആൻ. സോ അതിന് പ്ലൂറാൽ ഇല്ല. ഇംഗ്ലീഷിലായാൽ പോലും പ്ലൂറാൽ ഇല്ലല്ലോ. ആൻ ആപ്പിൾസ് എന്ന് നമ്മൾ പറയോ? ഇല്ല. ആൻ ആപ്പിൾ സിംഗുലർ ഫോമിലേ നമ്മൾ പറയത്തുള്ളൂ. എ വുമൻസ് എന്ന് നമ്മൾ പറയോ? ഇല്ല, എ വുമൺ. സോ അതേപോലാണ് unbestimmt articleന് പ്ലൂറാൽ ഇല്ല. ഇൻ പ്ലൂറാൽ gibt es keinen unbestimmten article. പ്ലൂറാലില് unbestimmten article ഇല്ല. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ച് ബൈസ്പീൽ നോക്കിയാലോ. ein Mann kommt. എന്നാൽ a man comes അല്ലെങ്കിൽ a man is coming എന്നാണ് അർത്ഥം. സോ അവിടെ സ്പെസിഫിക് അല്ല, a man. ഓൾറെഡി നോൺ അല്ല, അതുകൊണ്ടാണ് നമ്മൾ ein Mann kommt എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പെസിഫിക് ആണ്, നമുക്ക് അറിയാമെങ്കിൽ der Mann kommt എന്ന് പറയും. അവിടെ bestimmt article ആണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അടുത്തത് eine Frau
ലീസ്റ്റ്. eine Frau liest. ലീസ്റ്റ് എന്നാൽ ലേസൺ എന്ന വെർബിന്റെ കോൺജുഗേഷൻ ആണ് ലീസ്റ്റ്. ലേസൺ മീൻസ് ടു റീഡ്. സോ eine Frau liest എന്താണ് അതിന്റെ മീനിങ്? എ വുമൺ ഈസ് റീഡിങ് അല്ലെങ്കിൽ എ വുമൺ റീഡ്സ്. സോ അവിടെയും സ്പെസിഫിക് അല്ല, eine Frau എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഫെമിനിൻ ആണ്, eine ആണ് വന്നിരിക്കുന്നത്. അടുത്തത് ein Kind. Ein Kind spielt im Garten. Ein Kind spielt im Garten. Okay. A child is playing in garden. അല്ലെങ്കിൽ a child plays in garden. അവിടെയും സ്പെസിഫിക് അല്ല, ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോയിട്രം ആണ് ആർട്ടിക്കിൾ. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഇതിന്റെയൊക്കെ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വരുന്നത് അയിനാണോ അയിനെയാണോ അയിനാണോ എന്ന്? സോ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ആ നൗണിന്റെ ജെൻഡർ അറിഞ്ഞിരിക്കണം. നൗണിന്റെ ജെൻഡർ മാസ്കുലർ ആണോ, ഫെമിനിൻ ആണോ, ന്യൂട്രൽ ആണോ, പ്ലൂറൽ ആണോ എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ബെസ്റ്റിംഡ് ആർട്ടിക്കിളും ബെസ്റ്റിംഡ് ആർട്ടിക്കിളും നെഗോസിയേഷൻ ആർട്ടിക്കിളും ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ മനസ്സിലായോ നിങ്ങൾക്ക്? ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന്, സ്പെസിഫിക് ആയിട്ടല്ല നമ്മൾ പറയുന്നതെങ്കിൽ. രണ്ട്, ഓൾറെഡി നമുക്ക് നേരത്തെ അറിയത്തില്ല, ഫസ്റ്റ് ടൈം ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? സോ അത്രയേ ഉള്ളൂ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ. ഓരോ നൗണുകളുടെയും ജെൻഡർ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ ചെയ്യാൻ പറ്റൂ. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. സോ ദാങ്കേ.